കാഠ്മണ്ഡുവിലെ ദ ഗാർഡിയൻ റിപ്പോർട്ടർ പെറ്റെ പാറ്റിസന്റെ ഈ റിപ്പോർട്ടായിരുന്നു ദ ഗാർഡിയൻ പത്രത്തിന്റെ 25-ാം തീയതിയിലെ പ്രധാന വാർത്ത. ഖത്തറിലെ ലോകകപ്പിന്റെ അടിമകൾ എന്ന തലക്കെട്ടിലായിരുന്നു വാർത്ത വന്നത്. 2022 ലോകകപ്പിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിനിടെ മരണപ്പെട്ട നേപ്പാൾ തൊഴിലാളികളെക്കുറിച്ചായിരുന്നു ഗാർഡിയന്റെ പാറ്റിസന്റെ റിപ്പോർട്ട്. വളരെ മോശം രീതിയിലാണ് ഖത്തറിൽ തൊഴിലാളികളെ കൈകാര്യം ചെയ്യുന്നതെന്നും നൂറുകണക്കിന് ആളുകൾ ഇതിനകം തന്നെ മരണപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഖത്തറിൽ ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ട നേപ്പാളിലെ 16 വയസ്സുകാരൻ്റെ വീട്ടിലെ അവസ്ഥ വെച്ച് 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ റിപ്പോർട്ടും ഗാർഡിയൻ പ്രസിദ്ധപ്പെടുത്തി. This summer, the bodies of scores of migrant workers in Qatar have been flown home to their families. പ്രസ്തുത റിപ്പോർട്ടിൽ ഖത്തറിലെ നേപ്പാൾ അംബാസഡർ മായ കുമാരി ശർമ്മ ഖത്തറിനെക്കുറിച്ച് നടത്തിയ പ്രസ്താവനയെ തുടർന്ന് കഴിഞ്ഞ ദിവസം അവരെ നേപ്പാൾ സർക്കാർ തിരികെ വിളിച്ചു. പത്രത്തിൽ വന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ തലത്തിൽ ഉന്നതതല സംഘത്തെ ചുമതലപ്പെടുത്തിയതായി ഖത്തർ സർക്കാർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചുമായും ആംനസ്റ്റി ഇന്റർനാഷണലുമായും ചർച്ച ചെയ്താണ് തൊഴിലാളികളുമായി ബാധിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും ഫിഫ ഗവേണിംഗ് ബോഡി അറിയിച്ചു. 2022 സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കാൻ 5 ലക്ഷത്തോളം തൊഴിലാളികളെ ആവശ്യമായിരിക്കുന്ന സമയത്താണ് ദ ഗാർഡിയന്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. 3 വർഷം മുമ്പ് ഖത്തറിന് 2022 ലോകകപ്പ് നടത്താനുള്ള അവകാശം ലഭിച്ചതിനെ ശക്തമായി എതിർത്തിരുന്ന പ്രമുഖ മാധ്യമ സ്ഥാപനമാണ് ദ ഗാർഡിയൻ. റമീസ് ചാത്യാറ, മീഡിയ 1, ഖത്തർ.